Welcome back to another episode of Something Special. Today I'm going to be showing how to make Kerala style spicy beef fry. So നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. Okay? Okay, beef fry ഉണ്ടാക്കാനാണ്. ഇത് 5 pounds, around 2.5 kilos. ഈ ബീഫ് ആദ്യം കുഞ്ഞുകുഞ്ഞായിട്ട് മുറിക്കണം. So I have 2 onions. I have 1 ginger. I have 1 full garlic and half of garlic. And 20 of pachamurga. Then I have some kariyapala or curry leaf, and then I have some coriander leaves, alengil maliyala. Lighter cut ചെയ്തു വെച്ചു. ഇനിയും we have to wash it real good and കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് we're going to leave it for 10 minutes. ഓക്കെ, ഇപ്പം ഈ ബീഫ് കഴുകി നല്ലതായിട്ട് വെള്ളം ഡ്രെയിൻ ആയി കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഒരുമാതിരി നല്ല ഡ്രൈ ആയി കഴിഞ്ഞിട്ട് കുറച്ച് ശകലം മഞ്ഞൾ, മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചത്. And the masalas I'm going to use is 4 tablespoons of മുളക് പൊടി, 1 tablespoon മഞ്ഞൾ, 3 tablespoon മല്ലി, പിന്നെ 1 tablespoon of ഗരം, പിന്നെ 1 tablespoon of black pepper അല്ലെങ്കിൽ കുരുമുളക്, പിന്നെ 1 tablespoon of പെരിഞ്ജീരകം. ഇത്രയും ഉപയോഗിച്ചാണ് ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ പാത്രം ചൂടായി. ഇനിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകണം. എണ്ണ ചൂടായി. ഇനി ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില, കഴിഞ്ഞിട്ട് കുറച്ച് പെരിഞ്ജീരകം. മേക്ക് ഷുവർ ദ ഫ്ലെയിം ഈസ് ഓൺ മീഡിയം ഫ്ലെയിമിൽ. ഓക്കെ, കുരുമുളക് പൊടി, ഓക്കെ. ഇനിയും അരിഞ്ഞു വെച്ച ഉള്ളി, അരിഞ്ഞു വെച്ച മുഴുവൻ ഉള്ളി ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പം, ജസ്റ്റ് ഇത്രയും മാത്രം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇനി ഞാൻ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഉള്ളിയും
ഇഞ്ചിയും കൂടെ അരച്ച് വെച്ച് അതങ്ങോട്ട് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇപ്പം നല്ലതായിട്ട് വേണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മേക്ക് ഷുവർ ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ജസ്റ്റ് മിക്സ്. ഓക്കെ, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. And when you mix it, make sure it's on the medium flame. And I'm going to add a little bit water. And I'm going to mix the beef in it. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതായിട്ട് ഈ മസാല നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. Okay, so our next step is to close it and wait until it's ready. Okay, ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. And then just mix it. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കി. ഞാൻ രണ്ട് കാര്യം നേരത്തെ പറയാൻ മറന്നുപോയി. The two things I'm going to add to make the beef fry, and that is ഇതുപോലത്തെ ഒരു yellow pepper, and I'm going to use half of this pepper. So I'm going to make that into slices right here, and then I took 2 തക്കാളി. സോ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. Just kind of fry it. Okay, so the yellow pepper and the tomatoes are pretty much well cooked, and I'm going to add some onions. ഞാൻ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ഹാഫാണ് ഞാൻ കടുക് പൊട്ടിച്ചപ്പം നേരത്തെ ഇട്ടത്. ഇനിയിപ്പം അതിൻ്റെ പകുതിയാണ് ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഓക്കെ, സോ ഇതെല്ലാം ഇപ്പം നന്നായിട്ട് വേണ്ടു. ഇനിയും ഞാൻ എടുത്ത് വെച്ച പച്ചമുളക് ആഡ് ചെയ്യുവാണ്. Mix it all together. Okay, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. And just mix it all together. Now I'm going to leave this aside. Once the beef is ready, I'm going to add it with the beef. Okay, ഇനി നമ്മൾ വേറെ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം കുറച്ച് തേങ്ങാക്കൊത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ഇത് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിനകത്ത് പറയാൻ മറന്നുപോയി. സോ തേങ്ങാക്കൊത്ത് കൂടുതലിടുമ്പോൾ it will taste better. ഓക്കെ, സോ എണ്ണ ചൂടായി. ഞാൻ ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി. ഇതിപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കണം. അടിയിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീഫ്
പിന്നെ വഴട്ടി വെച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബീഫ് വെന്തോന്ന് നമുക്ക് നോക്കാം. ആഹാ, നല്ലായിട്ട് വെന്തിട്ടുണ്ട്. നല്ലായിട്ട് സോഫ്റ്റ് ആയി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. And it smells so good. ഓക്കെ, 1 മണിക്കൂറിന് ശേഷം ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. And it's really good to eat with പൊറോട്ട. Okay, hope you all enjoyed the video. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ please like it, comment and subscribe. Thank you.